1987 കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്താണ് യത്തീംഖാന സ്ഥാപിച്ചത്. എന്നാൽ 99 യത്തീംഖാന അന്നത്തെ വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ മറ്റൊരു കമ്മിറ്റി കൈവശപ്പെടുത്തി. നിയമവിരുദ്ധമായി നടന്ന ഈ കൈമാറ്റം 2020 വഖഫ് ട്രിബ്യൂണൽ തടഞ്ഞു. കഴിഞ്ഞ ദിവസം പോലീസ് സംരക്ഷണത്തിൽ കോടികൾ വിലമതിക്കുന്ന യത്തീംഖാന സ്വത്തുക്കൾ ജമാഅത്ത് കമ്മിറ്റിക്ക് കൈമാറി. എന്നാൽ നേരത്തെയുള്ള കമ്മിറ്റി ഭാരവാഹികൾ യത്തീംഖാനയുടെ പേരിൽ 40 ലക്ഷം ബാങ്ക് വായ്പ എടുത്തതായാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 40 ലക്ഷം രൂപയാണ് അതിന് മുമ്പ് വാങ്ങിയോന്നറിയില്ല. വാങ്ങിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ മാനേജറെ കണ്ടു, പരാതി കൊടുത്തു. ഇത് വഖഫ് സ്വത്താണ്, ഇതിൽ കുടുങ്ങുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ തന്നെ ഇവരെ ആ കമ്മിറ്റിയെ, അതായത് നിയമവിരുദ്ധമായി വെച്ച യത്തീംഖാന കമ്മിറ്റിയെ സമീപിക്കുകയും അവർ തിരിച്ചടച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അടുത്ത കാലത്ത് അടച്ചത്. വഖഫ് ട്രിബ്യൂണൽ വിധിക്കെതിരെ പഴയ കമ്മിറ്റി നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരുന്നു. പിന്നീട് ഏറെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് സ്വത്തുക്കൾ യഥാർത്ഥ കമ്മിറ്റിക്ക് കൈമാറിയത്. ഇപ്പോഴാണെങ്കിൽ ആർക്കും കടന്നു വരാം. പാവപ്പെട്ടവനായാലും പൈസ ഉള്ളവനായാലും ഏത് കുടുംബമായാലും ഈ രണ്ട് മഹലുകളിൽ വരിസംഖ്യ അടിക്കുന്നവരാണെങ്കിൽ അവർക്ക് തുല്യമായ അവകാശം. അതുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കുറ്റിക്കാട്ടൂർ യത്തീംഖാനയിൽ കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമം തടയാനെത്തിയവരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ മാറ്റുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.